എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഒരു യുവ ഡോക്ടർ ഉണ്ട്. ഞാൻ യുവ ഡോക്ടർ എന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. എന്താ മോൻ്റെ പേര്? എൻ്റെ പേര് സാവിയോ. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. സാവിയോ പാലക്കാടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പാലക്കാട് നിന്ന് വരുന്നതുകൊണ്ട് എങ്ങനെയായിരുന്നു? എവിടെ പഠിച്ചത്? ഇൻ്റഗ്രേറ്റഡിലായിരുന്നോ അതോ നമ്മുടെ പാല ക്യാമ്പസിലായിരുന്നു? എവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ പഠിച്ചിരുന്നത് തൃശ്ശൂരിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. അവിടെ ദേവമാത സ്കൂളിൻ്റെ ഒപ്പമാണ് ഞാൻ എൻ്റെ നീറ്റ് കോച്ചിങ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് +1 +2 കൂടെ തന്നെ നീറ്റിൻ്റെ കോച്ചിങ് കൂടെ കൊണ്ടുപോയി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നീറ്റിൻ്റെ റാങ്ക്? നീറ്റിന് എനിക്ക് 14,000 ആണ് റാങ്ക്. സ്കോർ 666 ആണ്. അതായത് 666 മാർക്ക് എന്തുണ്ട് നമ്മുടെ നീറ്റിൽ സ്കോർ കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ടെൻഷൻ പീരീഡ്. എല്ലാവർക്കും ഒരു വട്ടം റിസൾട്ട് വരുമ്പോൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു വർഷം നമുക്ക് എന്തുണ്ടായിരുന്നു? 2 വട്ടം റിസൾട്ട് പബ്ലിഷ് ചെയ്തു, 2 വട്ടം ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? അതെനിക്ക് ഉറപ്പാണ്, എനിക്ക് ഇത്ര മാർക്ക് എന്തായാലും കിട്ടും എന്നുള്ള കോൺഫിഡൻ്റ് ആയിരുന്നോ? എന്താണ് ഉണ്ടായിരുന്നത്? ലാസ്റ്റ് ഒരു 3 മന്ത് വരെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം 500 ആ റേഞ്ചിലിരുന്നു എൻ്റെ സ്കോർ. പക്ഷേ അവസാനത്തെ ഒരു 3 മന്തിൽ ജോർജ് സാർ ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഞങ്ങളോട് ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ സ്കോറിനെ പറ്റി ടെൻഷൻ അടിക്കുക വേണ്ട, നിങ്ങൾ ജസ്റ്റ് മോഡൽ എക്സാംസ് ഒന്ന് എഴുതുക, ആ ഒരു ഫ്ലോയിൽ പോയാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു ജോർജ് സാർ. പിന്നെ സ്പെഷ്യലി പറഞ്ഞിരുന്ന ഒരു കാര്യം, നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിനേക്കാളും സ്കോർ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ നീറ്റ് എക്സാമിനാണ് എനിക്ക് കിട്ടിയ ഏറ്റവും ഹയസ്റ്റ് സ്കോർ. ബ്രില്യൻ്റ് കിട്ടിയ മോഡൽ എക്സാംസിനേക്കാളും നല്ലൊരു സ്കോർ. അതായത് ഒരു കാര്യം അപ്പോൾ എനിക്ക് തോന്നുന്നത്, നീറ്റിൽ നമ്മുടെ മോഡൽ എക്സാമുകൾ ശരിക്കും നീറ്റ് നടത്തുന്ന എക്സാം NDA നടക്കുന്ന എക്സാമിനെക്കാട്ടിലും ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ ജോർജ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ എന്താണിപ്പോൾ ഒരുപാട് കുട്ടികളിപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവും. കാരണം എനിക്കിങ്ങനെ മാർക്ക് കുറഞ്ഞു പോകുന്നു, എന്നോട് പറ്റില്ല, എനിക്ക് ഇനി മാർക്ക് കിട്ടില്ല, അങ്ങനെയുള്ളൊരു തോന്നലാണോ വന്നത്? അതോ ഒരു മാർക്ക് എനിക്ക് ഇപ്രാവശ്യം പോയി, അടുത്ത വട്ടം എനിക്ക് ആ ഒരു മാർക്കും പോകരുത്, ആ ഒരു തീരുമാനം എന്തായിരുന്നു? ആ ഒരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു? സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്കൊരു 1-2 ക്വസ്റ്റ്യൻ തെറ്റിയാൽ തന്നെ ഇത് ശരിയാക്കാമായിരുന്നു, എങ്കിലും എനിക്കൊരു 5 മാർക്കും കൂടി കിട്ടിയാൽ എന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മളങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, ജസ്റ്റ് മൂവ് ഓൺ. കാരണം അത് കഴിഞ്ഞു. ഇനി ആ ക്വസ്റ്റ്യൻ ഇനി വരുമ്പോൾ, നീറ്റ് എക്സാമിന് വരുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. കാരണം അപ്പം തെറ്റിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് റിഗ്രറ്റ് ആയിരിക്കും. നമ്മൾ ആ ഒരു തെറ്റിച്ച ക്വസ്റ്റ്യൻ ഇനി ഒരിക്കലും തെറ്റിക്കില്ല എന്നുള്ളൊരു വാശിയിലോട് കൂടി നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും, മാർക്ക് കുറഞ്ഞാലും കൂടിയാലും, നല്ല റിസൾട്ട് ഉണ്ടെങ്കിലും യു വിൽ ബി 100% സാറ്റിസ്ഫൈഡ്. അതിൻ്റെ ഗ്യാരണ്ടിയാണ്. അതായത് നമുക്ക് ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു തെറ്റ് ഇനി വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം, അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ ഹോസ്റ്റല്, അതായത് റെസിഡൻഷ്യൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്കുള്ള വർക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്ലാസ് പോകുന്നുണ്ടാകും, അതുപോലെ തന്നെ നമ്മളുടെ നീറ്റിന് വേണ്ടി പഠിക്കണം. അപ്പോൾ എന്ത് തോന്നി? അതും ഡെയിലി എക്സാമുകൾ, മോഡൽ എക്സാം, അതുപോലെ തന്നെ ഇങ്ങനെ എക്സാം അല്ലേ? എക്സാം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രഷറായോ? അതോ എക്സാം എനിക്ക് എത്രത്തോളം എക്സാം എഴുതുന്നോ അത്രത്തോളം ഞാൻ മാർക്ക് സ്കോർ ചെയ്യും? എന്തായിരുന്നു മോൻ ഫീൽ ചെയ്തത്? സ്കൂളിൽ എക്സാമുകൾ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ, അതായത് +1 പഠിക്കുന്ന ടൈമിൽ സ്കൂളിലത്തെ ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രില്യൻ്റിൽ മാർക്ക് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി സ്കൂളിലത്തെ മാർക്സ് ടെമ്പററി ആണ്. സ്കൂളിലത്തെ CBSE ബോർഡ് മാർക്സ് നിങ്ങൾക്ക് എവിടെയും ആവശ്യം വരില്ല, മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഒരിക്കലും ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു 20% ഓഫ് സ്കൂൾ ഫോക്കസ് ചെയ്താൽ ബാക്കി 80% നീറ്റ് ഫോക്കസ് ചെയ്ത് തന്നെ വേണം പഠിക്കാൻ. അതായത് നമ്മുടെ സ്കൂൾ റിസൾട്ട് നോക്കണ്ട, നമ്മൾ എന്ത് ചെയ്യുക? നീറ്റിന് വേണ്ടി നമ്മുടെ എക്സാം പേപ്പർ, നമ്മുടെ മെറ്റീരിയൽ ഉപയോഗിക്കുക, നന്നായി പഠിക്കുക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നല്ല സ്കോർ കിട്ടും. അതാ കാരണം നീറ്റ് എക്സാമിന് നമ്മൾ എടുക്കുന്ന ഒരു കോച്ചിങ്ങിന് തന്നെ നമുക്ക് CBSE ബോർഡ് എക്സാമിന് നന്നായി സ്കോർ ചെയ്യാം. പക്ഷെ നേരെ തിരിച്ചല്ല. കാരണം CBSE പഠിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നീറ്റ് എക്സാമിന് നല്ല സ്കോർ കരസ്ഥമാക്കാൻ പറ്റും. അതായത് CBSE-ക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നീറ്റിന്. അതായത് +1 +2 നിങ്ങൾ ചിന്തിക്കണം, +1 +2ൻ്റെ കൂടെ തന്നെ നീറ്റിന് ഇമ്പോർട്ടൻസ് നൽകി പഠിച്ച് എന്ത് കിട്ടി? ഈ ഒരു മാർക്ക് കിട്ടി. അതായത് കുറച്ച് കുട്ടികൾ ഒരു വർഷം കഷ്ടപ്പെട്ടിരുന്ന് +2 കഴിഞ്ഞ് 1ൽ നിന്ന് ബേസ് മുതൽ തുടങ്ങുന്നത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ CBSE-ക്കാട്ടിലും ഇമ്പോർട്ടൻസ് നമ്മുടെ നീറ്റിന് കൊടുത്താൽ എന്താണ്? ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്, അല്ലേ? ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു യങ് ഡോക്ടർ എന്ന് തന്നെ പറയാം, അല്ലേ? എന്ന് തോന്നുന്നു. കാരണം 4 കൊല്ലം കഴിഞ്ഞാൽ ഇനി എന്താണ് പേരിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുന്ന ടാഗ് ലൈൻ? ഡോക്ടർ. ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് ഇത്രയും കുട്ടികളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പാരന്റ്സിനെ കാണുന്ന സമയത്ത് എന്താണ് ഒരു ഹാപ്പിനെസ് ആണോ? എന്താ ഫീൽ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ്സിനേക്കാളും ഉപരി നല്ല പ്രൗഡാണ്. കാരണം എൻ്റെ പാരൻസ് നല്ല രീതിയിൽ തന്നെ
ഈ ഒരു കാരണം ചെറുപ്പം മുതൽ തന്നെ ഡോക്ടർ ആക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക്. മോർ ഓവർ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ നല്ല പ്രൗഡാണ്. മാത്രം അതായത് പാരന്റ്സിന് എന്ത് ചെയ്തു, ഞാൻ പ്രൗഡാക്കി. കാരണം ഇത് ഈ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്വപ്നം കാണുന്നത്. കാരണം നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ അച്ഛനും അമ്മയും, നമ്മുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്തു, ഇന്ന് ഇവിടെ ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ വന്ന് അവർക്ക് എന്താ ഒരു സന്തോഷമായി അല്ലേ. അതേപോലെ തന്നെ എന്തായിരുന്നു ഇപ്പോൾ ഒരുപാട് എക്സാംസ്, അതുപോലെ തന്നെ പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, ക്ലാസ്, നോട്ട്, എന്തായിരുന്നു ശരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ബ്രില്യൻറ്റിലത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ബ്രില്യൻറ്റ് ജയിൽ പോലെയാണെന്നാണ്. പക്ഷേ ബ്രില്യൻറ്റിൽ വന്ന ശേഷം മനസ്സിലായി ഒരിക്കലും അല്ല. കാരണം ഹൈലി സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് എനിക്ക് കിട്ടിയത്. ക്ലാസ് ടീച്ചർ ആണെങ്കിലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റി ആണെങ്കിലും നമുക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമാണെങ്കിൽ പോലും നമുക്കത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അതായത് ഒരു സംശയം ഉണ്ടെങ്കിൽ 100 തവണ ചോദിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും പറഞ്ഞുതരും, പിന്നെയും പറഞ്ഞു തരുന്നുണ്ട്. അതായത് എന്താ, എല്ലാവരും ജയിലെന്ന് വിചാരിച്ചു അല്ലേ? ഞാൻ ആദ്യം എങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത്. ഓക്കെ, എന്താ അപ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞോ ബ്രില്യന്റിൽ പോകേണ്ട, ജയിലാണെന്ന് പറഞ്ഞോ? കാരണം നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയൊരു ഇതാണ്. പക്ഷെ ബ്രില്യന്റിൽ വന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഫീലിംഗ് മാറി കിട്ടി. അതായത് നമ്മുടെ ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലായി എന്താണ്, ഇവിടെ നിന്ന് പഠിച്ചാൽ കിട്ടും എന്നുള്ള കാര്യം എനിക്ക് എന്തായി ഉറപ്പായി. അത് മാത്രമല്ല ഇന്ന് ഞാൻ ഡോക്ടർ തെളിയിച്ചു കൊടുക്കും കൂടെ ചെയ്തു. അതുപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ? ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ IIT എയിംസ് കുട്ടികൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഹോസ്റ്റലായിരുന്നു. ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് IIT ആ പിള്ളേർക്ക് ഒരു ഹയർ ഒരു വേർതിരിവ് ഉണ്ടാവും ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞാനൊക്കെ എൻ്റെ ചില ഡൗട്ട് പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ആണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞുതരും. ആൻഡ് ആ ഒരു 2 years മൊത്തം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല രീതിയിൽ ടീം വർക്കിലൂടെ, അതായത് ഫാമിലി മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, ക്ലാസ് ടീച്ചർ, എല്ലാവരും കൂടെ ഒരു ടീം വർക്കോടെ എന്ത് ചെയ്തു, നീറ്റ് ഇപ്പോൾ സെറ്റായി. ഇനി എന്താണ്, വെരി ഓൾ ദ ബെസ്റ്റ്. ഡ്രീം കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.